1201 ആണ്ട് കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് തുലാക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂറ്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ബുധനും ശുക്രനും സൂര്യനും ഒരുമിച്ചൊരു രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരിചയ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർക്ക് ജോലി ലഭിക്കാവുന്നതാണ്. അങ്ങനെ ഉള്ളവർ ശ്രമിക്കുക. അതുപോലെ 17/2/2026 സംഭവിക്കുന്ന സൂര്യഗ്രഹണം ഒരു കാരണവശാലും ദോഷമായി ബാധിക്കുന്നില്ല, ഗുണഫലങ്ങൾ മാത്രം ലഭിക്കുന്നു. അഭിവൃദ്ധി, ധനാഗമനം അതൊക്കെ ഉണ്ടാവാം, അഭിവൃദ്ധി ഉണ്ടാവാം. ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവാം, പുരോഗതി ഉണ്ടാവാം. അതുപോലെ അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവാം, പ്രശസ്തി കിട്ടും. അതുപോലെ തന്നെ തൊഴിൽ വിജയവും ലഭിക്കാൻ സാധിക്കും, കീർത്തി കിട്ടും, അധികാരം ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്തിക സൗഖ്യം ലഭിക്കാം. അതുപോലെ ശാരീരികപരമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ സാധിക്കും. പല രീതിയിലും അവാർഡ് പോലുള്ള ആ കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരു പരിഗണന എല്ലായിടത്തും ലഭിക്കും. തൊഴിലിൽ വിജയമെന്നത് ഒരു ബിസിനസ് വിജയമാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിൽ നല്ല ഒരു വിജയം ലഭിക്കും അവർക്ക്. അതുപോലെ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കൊക്കെ അവർക്ക് അധികാരമുള്ള ഒരു പദവി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ പൊതുപ്രവർത്തകർക്ക് അതുപോലെ തന്നെയാണ്. അത് ദമ്പതിമാർ തമ്മിലുള്ള കലഹങ്ങളെല്ലാം മാറ്റി അവർ ഒരുമിച്ച് ചേരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകാം. ഒരുവിധം കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു പോകുന്ന ഒരു മാസമാണിത്. വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് ഉള്ളൊരു ഭാഗ്യം ലഭിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും പൊതുപ്രവർത്തകർക്കാണെങ്കിൽ അവർക്ക് ചിലപ്പം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു യൂണിഫോം മാതിരിയുള്ള ഇതൊക്കെ ധരിക്കേണ്ട ഒരു ആവശ്യം വരാം. പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് അവർക്ക് വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കേണ്ട ഒരു രീതിയിലുള്ളൊരു ചടങ്ങ് അവർക്ക് പങ്കെടുക്കാൻ സാധിക്കും. പല രോഗങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കും. എന്തെങ്കിലും രോഗങ്ങൾ കഷ്ടപ്പെടുത്തുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. അതുപോലെ ദുർജന സംസർഗം മൂലം ഉണ്ടായിട്ടുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ മൂലം ഉണ്ടായിട്ടുള്ള നമ്മുടെ പേരുദോഷങ്ങളെല്ലാം ക്രമേണ മാറിക്കിട്ടും. അതുകൊണ്ടുള്ള ശല്യങ്ങളും മാറിക്കിട്ടും. ചില ഗ്രഹങ്ങളെല്ലാം മോശ സ്ഥിതിയിലായതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ മനസ്സിന് ഒരു ചാഞ്ചല്യം ഉണ്ടാകും, അതായത് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കുറേ നേരം ഇരുന്ന് ചിന്തിച്ച് ഉള്ള ഒരു തീരുമാനം എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ വിശ്വസിക്കാൻ യോഗ്യരായ ആൾക്കാരിൽ നിന്ന്, അനുഭവ സമ്പത്തുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പദവികളിൽ വീഴ്ച വരരുത്. നിങ്ങളുടെ ജനങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഏൽപ്പിച്ചിട്ടുള്ള പദവികളിൽ നിങ്ങൾ ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാക്കരുത്. നിങ്ങളുടെ പേരിൽ വീഴ്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മരണഭയം ഉണ്ടാകാം, അത് മാറിക്കിട്ടും. അത് കുറച്ച് ദിവസത്തേക്ക് അതുണ്ടാവും. ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിലായിരുന്നാലും എല്ലാത്തിലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനും നേട്ടമുണ്ടാക്കാനും വളരെയധികം സാധിക്കുന്ന ഒരു മാസമാണ്. ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ഇനി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഓരോ നക്ഷത്രക്കാരെയും വയസ്സിനനുസരിച്ചാണ് ഫലങ്ങൾ പ്രവചിക്കുന്നത്. അതിൽ ചിത്ര നക്ഷത്രക്കാർക്ക് 18 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കളാരെങ്കിലും വളരെ അകലേക്ക് താമസം മാറിപ്പോകുന്നതിനോ അല്ലെങ്കിൽ അവർ പിണങ്ങിപ്പോകുന്നതിനോ അല്ലെങ്കിൽ അവർ മരിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏതിനെയും എന്തിനേയും ഒരു ഭയം വരുന്ന ഒരു സ്ഥിതി വരാം. അത് മാറിക്കിട്ടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ഭാവിയിൽ. അതുപോലെ നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം ഇതിൽ ചിലർക്ക് ലഭിക്കും. വളരെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കും. അവർ പ്രതീക്ഷിച്ചിരിക്കുന്നതിലും കൂടുതൽ ഒരു പടിയെങ്കിലും കൂടുതലുള്ള ഒരു നല്ലൊരു മേൽജോലി ലഭിക്കുന്നതിന് അവർക്ക് സാധ്യതയുണ്ട്. അതിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകാം. അന്തസ്സുള്ള ഒരു ജീവിതശൈലി ഉണ്ടാകാം. വിവാഹം നടക്കാം. പറ്റിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാം. അതുപോലെ സന്താനഭാഗ്യം ഉണ്ടാകും. നല്ല മിത്രങ്ങൾ, വീട്, അങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്.
34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വരാം. നിങ്ങളോടുള്ള അസൂയ മൂലമോ അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരോ നിങ്ങളെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു വരുത്തുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പോലീസ് കേസോ കോടതി നടപടികളോ ഒക്കെ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ദമ്പതിമാർ തമ്മിൽ പിണങ്ങുന്നതിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വളരെ ദൂരത്ത് താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കും അപമാനങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായി അവർക്കതിനെല്ലാം ശാന്തി ലഭിക്കുന്നു. അവർക്ക് ഗുണഫലങ്ങളേറെ ലഭിക്കുന്നു. അതുപോലെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. മനസ്സിന് പൂർണ്ണമായ ശാന്തി ലഭിക്കുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പുത്രനും പുത്രിക്കും പേരക്കുട്ടികൾക്കൊക്കെ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുന്നുള്ളതല്ലാതെ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ നല്ല ഒരു മാർഗത്തിൽ കൂടിയാണ് നിങ്ങളുടെ സാമ്പത്തികം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ അത്യാവശ്യത്തിന് പിൻവലിക്കാൻ സാധിക്കും. ഒരു മോശമായിട്ടുള്ള നിക്ഷേപ പദ്ധതികളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ആ പണം പിൻവലിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കാം. അടുത്ത ചോതി നക്ഷത്രക്കാരുടെയാണ്. 12 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ളൊരു പക്വത ഇല്ലാത്തൊരവസ്ഥ വന്നേക്കാം. ഏതിനെയും ഒരു ഭയം വരാം. അതുപോലെ മരണഭയം ഉണ്ടാകാം. ആപത്തുകൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ വരാനും ഒരു സാധ്യതയുണ്ട്. നല്ല വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ എല്ലാവർക്കും അല്ല, ചിലർക്കാണ് ഈ പറയുന്നത്. പിന്നീട് അത് ക്രമേണ എല്ലാം നേരെയാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രയാസങ്ങൾക്ക് ശേഷം അല്പാൽപമായി ജീവിതത്തിലെ പുരോഗതി എല്ലാ മേഖലകളിലും കൈവരിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നതിനും അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക നില നല്ല ജോലി കിട്ടുന്നതിനും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും എല്ലാത്തിനും അവർക്ക് സാധിക്കുന്നു. ഭൂസ്വത്തൊക്കെ അവർക്ക് ധാരാളം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നല്ല വീട്, നല്ല വാഹനങ്ങളൊക്കെ വാങ്ങാൻ അവർക്ക് സാധിക്കും. ഇതിൽ ചിലർക്ക് വളരെ അധികാരമുള്ള ജോലി അവർക്ക് ലഭിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അധികാരമുള്ള ജോലി ലഭിക്കും. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായ ആൾക്കാർ ചില അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയാൽ അതുമൂലം നിങ്ങൾക്ക് ചില മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അന്ന് വിട്ടുകളയണം. അതുപോലെ തന്നെ ചില പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തമോ ചില സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാർ നിമിത്തമോ ഒരു മാനഹാനി വരേണ്ട ഒരു സാധ്യതയുണ്ട്. അത്തരമുള്ള കാര്യങ്ങളിലൊന്നും പ്രവർത്തിക്കാതിരിക്കുക. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടാം. ബന്ധുക്കളുടെയൊക്കെ ഒത്തുചേരൽ നടക്കാം. പലവിധ സന്തോഷമായ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാം. പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ അത് കൂടിയും കുറഞ്ഞും ഇരിക്കാനൊരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. കൃത്യമായ വൈദ്യപരിശോധന നടത്തുക. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതൊഴിച്ചാൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വസ്തുവകകൾ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു കേസ് ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ ക്രയവിക്രയങ്ങൾ വസ്തു സംബന്ധിച്ചോ അല്ലാതെയോ ഉള്ള ക്രയവിക്രയങ്ങൾ നടത്തുകയാണെങ്കിൽ അത് സുരക്ഷിതമായിട്ട് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരമായിട്ട് വസ്തുവകകൾ സ്വന്തമാക്കാനൊരു സാധ്യതയും കാണുന്നുണ്ട്. 71 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭയവും ദുഃഖങ്ങളും അപമാനവും എല്ലാം മാറിക്കിട്ടി അവർക്ക് നല്ല ഒരു സ്ഥിതി അവർക്ക് വരുന്നു. അതുകൊണ്ട് ചതിവും വഞ്ചനയൊന്നും അത് ഇനി അവരെ ചതിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. അവർക്ക് ഒരു ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം എന്നുള്ളത് ഒഴിച്ചാൽ അവർക്ക് വളരെ ഭാഗ്യമുള്ളൊരു സമയമാണ്. സർക്കാരിൻ്റെ മുദ്ര വച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും ഒരു പദവിയിലിരിക്കുന്നതിനും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത വിശാഖ നക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പല ഗുണകരമായ കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. സ്വത്തും മറ്റ് ഐശ്വര്യങ്ങളും ആരോഗ്യവും തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുടെ സഹകരണം ലഭിക്കാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ആരും സഹായിക്കാനില്ല എന്നൊരവസ്ഥ വരുന്നതിനൊരു സാധ്യതയുണ്ട്. കൂട്ടുകെട്ട് മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. ഈ അവസാന 4 വർഷങ്ങൾ യാതൊരു വിധത്തിലും കുഴപ്പമില്ല. 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോകുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ കിട്ടിയ തൊഴിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം വേറൊരു തൊഴിൽ കിട്ടുക എന്നുള്ളത് കുറച്ച് ശ്രമകരമാണ്.
28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹങ്ങൾ അവർക്ക് നടത്താൻ സാധിക്കും. പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് നടത്താൻ സാധിക്കും. വീടും സ്ഥലവും വാഹനങ്ങളൊക്കെ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ധനത്തിൻ്റെയും ധാന്യങ്ങളുടെയൊക്കെ സമൃദ്ധി അവർക്കുണ്ടാവും. ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അലർജിയുടെ ചെറിയ ശല്യങ്ങൾ അവർക്ക് ഉണ്ടാകാം. അതല്ലാണ്ട് അവർക്ക് വേറെ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ നല്ല ഒരു പുരോഗതി ഉണ്ടാകേണ്ട ഒരു സമയമാണ്. സാംസ്കാരിക രംഗങ്ങളിൽ അവരുടെ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാനും അതുവഴി നേട്ടങ്ങളുണ്ടാകാനും അവർക്ക് സാധിക്കുന്നു. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ, ഒരു സാമ്പത്തിക അച്ചടക്കവും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ധനാഢ്യനാകാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഐശ്വര്യം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും പൂജകളും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കും. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടി വളരെ സന്തോഷം വരുന്നൊരു സമയമാണ്. പുതിയ വീട്, പുതിയ വാഹനം എല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ അവാർഡുകൾ ലഭിക്കുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. സമൂഹത്തിലൊരു വിലയും നിലയും അവർക്ക് ലഭിക്കുന്നു. അതുപോലെ പല ആഗ്രഹങ്ങളും അവർക്ക് സാധിക്കുന്നൊരു സമയമാണ്. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങളുണ്ടാകാം. ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം നിസ്സാരമായി ചികിത്സയിലൂടെ മാറ്റാൻ സാധിക്കും. അതുപോലെ വീഴാതെ ശ്രദ്ധിക്കുക, ഒടുവ് ചതവൊന്നും വരാണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.